സൗദി അറേബ്യയിലെ യാംപുവിൽ ചെങ്കടലിന്റെ തീരത്ത് ചരിത്രവും പാരമ്പര്യവും ഇഴചേർന്ന് നിൽക്കുന്ന ഒരു വിസ്മയ കാഴ്ചയുണ്ട്. അതാണ് യാംപുവിലെ ഹിസ്റ്റോറിക്കൽ ഏരിയ. മരുഭൂമിയുടെ കഥകൾക്കപ്പുറം കടലിന്റെയും കച്ചവടത്തിന്റെയും പഴമയുടെയും കഥ പറയുന്ന ഇടം. ഹിജാസി വാസ്തുവിദ്യയുടെ മകുടോദാഹരണമാണ് ഇവിടെയുള്ള ഓരോ കെട്ടിടവും. കടലിൽ നിന്നുള്ള പവിഴപ്പുറ്റുകളും കല്ലുകളും ഉപയോഗിച്ചാണ് ഈ പുരാതന വീടുകൾ നിർമ്മിച്ചിരിക്കുന്നത്. റവാഷൻ എന്നറിയപ്പെടുന്ന കൊത്തുപണികൾ നിറഞ്ഞ തടിയിൽ തീർത്ത ജനാലകൾ ഈ തെരുവുകൾക്ക് നൽകുന്നത് രാജകീയ പ്രൗഢിയാണ്. ഒരുപാട് സ്വദേശികൾക്കും വിദേശികൾക്കും ഒരുപോലെ എന്റർടൈൻമെന്റ് ചെയ്യാൻ പറ്റിയ സ്ഥലങ്ങളും ഒരുപാട് ഹിസ്റ്റോറിക്കലായിട്ടുള്ള ഏരിയകളും വളരെ പ്രസിദ്ധമായ കുറേ ചരിത്രങ്ങളും ഇന്ന് ഇവിടെ അതിൻ്റെ ഗൈഡൻസും എല്ലാ കാര്യങ്ങളും വളരെ വിശദമായിട്ട് ഇവിടുന്ന് പരമായിട്ടുള്ള സൗകര്യങ്ങളും ഇവിടെ ഉണ്ട്. ഒരു കാലത്ത് തീർത്ഥാടകരുടെയും കച്ചവടക്കാരുടെയും പ്രധാന ഇടത്താവളമായിരുന്നു യാംപു. ഒന്നാം ലോക മഹായുദ്ധകാലത്ത് ചരിത്രപ്രസിദ്ധനായ ലോറൻസ് ഓഫ് അറേബ്യ താമസിച്ചിരുന്ന ഭവനം ഇന്നും ഇവിടെ കേടുപാടുകൾ കൂടാതെ സംരക്ഷിച്ചിരിക്കുന്നു. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ഈ ചുമരുകൾക്ക് പറയാനുള്ളത് അതിജീവനത്തിന്റെ കഥകളാണ്. ഒരു ബ്രിട്ടീഷുകാരനായിരുന്നു ലോറൻസ് ഓഫ് അറേബ്യ, ടി ലോറൻസ്. അദ്ദേഹത്തിൻ്റെ വീട് ഇവിടെ ഇപ്പോഴും അതേപടി തന്നെ സംരക്ഷിച്ച് നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. അതുപോലെ തന്നെ 1836 സനൂസി പ്രസ്ഥാനത്തിൻ്റെ സ്ഥാപകനായിരുന്ന മുഹമ്മദ് ബിൻ അലി സനൂസി അദ്ദേഹം സ്ഥാപിച്ച സനൂസി മസ്ജിദ് അത് ഇപ്പോഴും അതുപോലെ തന്നെ സംരക്ഷിച്ച് നിർത്തിയതായിട്ട് നമുക്ക് കാണാൻ പറ്റും. സൂര്യാസ്തമയത്തോടെ യാംപു കൂടുതൽ സുന്ദരിയാകുന്നു. ഇവിടുത്തെ പ്രധാന ആകർഷണമാണ് സൂക്കല്ലയിൽ അഥവാ നൈറ്റ് മാർക്കറ്റ്. പണ്ട് മത്സ്യത്തൊഴിലാളികൾക്കായി തുറന്നിരുന്ന ഈ വിപണി ഇന്ന് സഞ്ചാരികളുടെ പ്രിയപ്പെട്ട ഇടമാണ്. സുഗന്ധ വ്യഞ്ജനങ്ങളും കരകൗശല വസ്തുക്കളും അറേബ്യൻ രുചികളും നിറഞ്ഞ ഊഷ്മളമായ അന്തരീക്ഷം. ഇവിടെ ഡെയിലി നൈറ്റ് മാർക്കറ്റിൽ വരാറുണ്ട്. പിന്നെ സൂപ്പ് പോയിട്ട് പർച്ചേസ് ഒക്കെ ചെയ്യാറുണ്ട്. അതേപോലെ ടീ ഓർ കോഫി ഒക്കെ ഇവരുടെ ഫുഡും കാര്യങ്ങളൊക്കെ കഴിക്കാറുണ്ട്. പിന്നെ ഫ്രണ്ട്സുമായിട്ട് ഫാമിലിയായിട്ടൊക്കെ പിന്നെ എൻജോയ് ചെയ്യാറുണ്ട്. കൂടുതൽ ഡെയിലി നൈറ്റിലാണ് ഞങ്ങൾ വരാറുള്ളത്. സൗദി അറേബ്യയുടെ ടൂറിസം ഭൂപടത്തിലെ ഈ പവിഴദ്വീപ് ഓരോ സഞ്ചാരിക്കും സമ്മാനിക്കുന്നത് മറക്കാനാവാത്ത അനുഭവങ്ങളാണ്. പഴമയെ നെഞ്ചോട് ചേർക്കുന്നവർക്ക് എപ്പോഴും സന്ദർശിക്കാൻ പറ്റുന്ന ഒരിടമാണ് യാംപു ഹിസ്റ്റോറിക്കൽ ഏരിയ. യാംപുവിൽ നിന്നും നിയാസ് യൂസഫ്, മീഡിയ 1.